അപ്പോൾ നമ്മുടെ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു വൈറലായ ഡയലോഗ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ടൊന്ന് ക്യാമറയിൽ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ട് തന്നെ അമൃത സെറ്റ് അയാളെ വിളിക്കുന്ന പോലെയുള്ള ഒരു രീതിയാണ് വിളിച്ചിട്ട് 2 വോയിസും അന്ന് ഞാൻ തന്നെയാണ് ചെയ്തത്. ഫോണിലൂടെ നമ്മൾ ഒരാളെ വിളിക്കുന്നതായിരുന്നു. ഫോണിലൂടെ അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ ഡയറി ചെയ്തിട്ട് വിളിക്കുന്നത് ചെവിട്ടിൽ വെച്ച്. മെല്ലഡി ഞാൻ തന്നെയാണ് കേട്ടോ. ഹലോ ഹലോ, ആരാണ്? നമ്മുടെ പേര് റഷീദ്. നമ്മുടെ പേര് റഷീദ്. അല്ല, ഈ റഷീദിക്കെന്തിന് എന്നെ വിളിക്കുന്നത്? നിങ്ങളാരും പഠിക്കണമെന്ന് മനസ്സിലായല്ലേ? മോനവിടെ കടവും തരുന്ന റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ മോനൊക്കെ നമുക്ക് പെരുത്തേക്കായി എന്നെ എന്തിനാ ഇഷ്ടപ്പെടുന്നു? ഒന്നും പറഞ്ഞിട്ട് കാര്യൻ്റെ ഉള്ളേ നമുക്ക് മോനെ പെരുത്തി ഇഷ്ടമായി. മോനവിടെ ഒരു മുണ്ടൊക്കെ പടക്കി കുത്തി നിന്നായിരുന്നു. അപ്പം എൻ്റെ തൊണ്ട നമ്മളെ മോനെ വെറുതെ ആരെയും വിളിച്ച് കൂട്ടൊന്നും വേണ്ട പിള്ളേ. വെറുതെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ചെറിയൊരു ഇറച്ചിക്കൊക്കെ വേണ്ടി നമ്മൾ പറയെടുത്തിട്ട് എന്ന് വെച്ചാൽ മതി. മനുഷ്യൻ എൻ്റെ പിള്ളേ വെച്ചാലിപ്പോൾ പോയി ചത്തൊന്നും പോലാലോ. പിന്നെ 2-3 തെറിയാണ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പം ആ മധുരം ടീ ഇട്ടേക്കണേ. ഓക്കെ. അപ്പോൾ ഇതല്ലാണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ശബ്ദം അനുകരിക്കാനുണ്ടോ? വേറെ അങ്ങനെ വോയിസുകൾ ചെയ്യാറില്ല. ഇപ്പോൾ ഒരുപാടായില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയുള്ളതൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും? ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ ശബ്ദങ്ങൾ. ആരെയാണ് നോക്കിയിരിക്കുന്നത്? വേറെ ഓരോ ആക്ടർമാരുടെ വോയിസ്, വിനായകൻ്റെത്, നടന്മാരുടെ വോയിസ് ഒക്കെ ഇപ്പം ചെയ്യാൻ പറ്റുമോ? പെർഫെക്ഷൻ അല്ല, കുറച്ച് മുമ്പ് ഈ കാലം മാറി വന്നപ്പോഴത്തേക്ക് നമ്മളെ ഒരു ശബ്ദത്തിൻ്റെ ഇതും ഒരു ഇതിലൊക്കെ ചെറിയ വേരിയേഷനായി. പിന്നെ അത് അങ്ങനെയുള്ളതൊന്നും കിട്ടുന്നില്ല. എന്നാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ തന്നെ വെറൈറ്റി ആയിട്ട് അവിടെ ഓരോ ഷോപ്പിലിരിക്കുന്ന ആൾക്കാരുടെ തന്നെ, വീടിന് അടുത്തുള്ള കടക്കാരുടെ തന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ട് അവരൊക്കെ പേഴ്സണലി വന്ന് ചതിക്കല്ലേ ആൾക്കാരെ നമുക്ക് പുറത്ത് നടക്കാൻ പറ്റില്ല, അതുപോലെ പറഞ്ഞിട്ടുള്ളവരും ഉണ്ടാവും. ഒരുപാട് പേരുടെ ശബ്ദം ചെയ്തു പോകാറുണ്ട്. ഈ പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ അടി കിട്ടുമെന്നൊന്നും പേടിയില്ലായിരുന്നോ? അടിക്കുമാരെങ്കിലും എന്നാലും പ്രാങ്ക് ചെയ്യുമ്പോഴൊക്കെ കേൾക്കാൻ അടിച്ചാലും അങ്ങനത്തെ പേടിയൊന്നും അടിക്കണമുണ്ട്. അത് ശരി, ലുക്ക് കൊണ്ട് അടി കിട്ടത് പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രാങ്ക് ആണെങ്കിൽ അതായിരിക്കും കുഴപ്പമില്ല. ഇവരങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പാളി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആണ് ഈ കാര്യത്തിൽ മാത്രം എന്തോ അറിയില്ല. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടന്നല്ലേ? അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇനി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.